ഡോക്ടറുമായ, ഹോസ്പിറ്റലുമായ, ഓപ്പറേഷനുമായ, അനാഥാലയം, ഫാദർ, പിള്ളേര്, കല്ലറ, എല്ലാം മായായിരുന്നു. അന്ന് തലക്കടിച്ചത് പോലും ഞാനായിരുന്നു. നിങ്ങൾക്ക് ഒരസുഖമില്ല, അതുപോലും ഞാൻ സൃഷ്ടിച്ചതാ. മയങ്ങിക്കിടക്കാനായി മയക്കുമരുന്ന് കലക്കി തന്നു. പണത്തിന്റെ മേളിലുള്ള ആർത്തി കൊണ്ട് എന്റെ അച്ഛനെയും അമ്മയും കൊന്ന് നീ കോടികൾ സമ്പാദിച്ചില്ലേ? ആ പണത്തെയാണ് ഞാൻ ഇന്ന് ഇല്ലാതാക്കിയിരിക്കുന്നത്. നിങ്ങളെ കൊല്ലാൻ എനിക്കൊരു സെക്കൻഡ് മതി. എന്നാൽ ഉള്ളിലെ രാക്ഷസനെ കൊല്ലാനാ മുത്തച്ഛൻ പറഞ്ഞത്. ഇനി നീ എന്റെ വഴിയിലെങ്ങാനും ഒരു തടസ്സമായി നിന്നാൽ ഞാൻ എന്റെ മുത്തച്ഛനെ പോലെ അത്ര നല്ലവനൊന്നുമല്ല. ഹലോ, ഐ എം ഫാദർ ദൈവസഹായം. അല്ല കേട്ടോ, തിരുപ്പതി. സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ. ഇവരൊക്കെ എന്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളാ. അല്ല, നിന്റെ സ്വത്തെല്ലാം തട്ടിയെടുത്ത് കഴിഞ്ഞല്ലോ അല്ലേ? അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോവാ? ഒരു കാര്യം ചെയ്യേ, എന്റെ കൂടെ വാ. 200 രൂപ വെച്ച് കിട്ടും. രാവിലെ മുതൽ ഫുഡ് ഫ്രീ. കാണാൻ നല്ല ഫിഗറല്ലേ? ഡയലോഗുള്ള വേഷമൊക്കെ കിട്ടും. നാളെ നീ വലിയ ആർട്ടിസ്റ്റ് ആയി നിന്റെ സിനിമ ചിലപ്പോ 100 ദിവസമൊക്കെ ഓടിയത് വരും. പാടാ, മലയാള സിനിമയുടെ കാര്യമല്ലേ? എല്ലാം കൺഫ്യൂഷൻ ആക്കി കളഞ്ഞു. കൈ കിട്ടിയതും പോയി. ആവശ്യമില്ലാത്തൊരു കൂട്ടുകെട്ടായി പോയി. ഞാൻ ഡയറക്റ്റായിട്ട് ചെന്നിരുന്നെങ്കിൽ രണ്ടിനെ ഇപ്പൊ തീർത്തേനെ. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തെറ്റുപറ്റിപ്പോയടാ. അവനെന്റെ മോനല്ലടാ. നീ എന്താ പറയുന്നേ? സത്യമാടാ, അവൻ നമ്മൾ കൊന്ന കൃഷ്ണന്റെ മോനാടാ. കൃഷ്ണൻ? ആ കിളവനെപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൻ നമ്മളെ രണ്ടുപേരെയും തെറ്റിച്ച് ഫൂളാക്കി ആസ്തി മൊത്തം തട്ടിയെടുത്തടാ. ദാസ്, എനിക്ക് നിന്റെ സഹായം വേണം. ഈ ദാസിനോട് സഹായം ചോദിക്കുന്നവൻ എത്ര ശത്രുവായാലും എനിക്ക് മിത്രമാണ്. ചോദിക്കുന്നതോ ഗ്രേറ്റ് പിയാർ. ശരിക്കും എന്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ ജീവനാണ്. പിയാർ ചെയ്താ ശരി. ഇവൻ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തിട്ടല്ലേ? ദാസ്, അവൻ എന്റെ വീക്ക്നെസ് മനസ്സിലാക്കി അടിച്ചു. ആ ബൈജു എന്നെ ഫൂളാക്കി. ആ ക്രാന്തിയുടെ ജീവനെടുക്കണം എത്രയും പെട്ടെന്ന്. വണ്ടിയിലേക്ക് പറ ക്രാന്തി. ബൈജു, വരലക്ഷ്മി ഫാമിലി നാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ബാങ്കിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിരിക്കും? നീ വേഗം ചെന്നൈയെ വിളിച്ചോണ്ട് ഔട്ട്ഷൂട്ടിൽ വെയിറ്റ് ചെയ്യും. ശരി, ഉടനെ ഞാൻ അവിടെ എത്താം. ഹോങ്കോങ്ങിൽ നിന്ന് വന്ന എമൗണ്ട്, കേരളത്തിലെ പ്രോപ്പർട്ടി എമൗണ്ട്, ക്യാഷായി ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന മുഴുവൻ എമൗണ്ടുകളും നിങ്ങളുടെ ഫാദറിന്റെ പേരിലുള്ള കൃഷ്ണ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. പറയ് ബൈജു. ബൈജു അല്ലടാ, നിന്റെ അച്ഛൻ. സോറി, അത് പറഞ്ഞ് ശീലിച്ചു പോയി. ബൈജു ഓടറാ. ബൈജു എന്ന കള്ളക്കഴിവേറി എന്റെ കാൽ കീഴിൽ. എത്രയും വേഗം മട്ടാഞ്ചേരി പള്ളിക്കടുത്ത് വന്ന് എന്റെ കാശ് തന്ന് ഇവനെ കൊണ്ടുപോകും. നിനക്ക് ഈ ഐഡിയ പറഞ്ഞ നിന്റെ മുത്തശ്ശനെ കൂട്ടി വാടാ വാടാ വാടാ, വേഗം വാടാ. ബൈജു, 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 പറയടാ. എടാ ബൈജു, ബൈജു പറയടാ. ബൈജു,
ചിന്ന എവിടാ? ചിന്നെ രക്ഷിക്ക്, ചിന്നെ രക്ഷിക്ക്, ചിന്നെ രക്ഷിക്ക്. പോയി നോക്കിട്ട് വേണ. അണ്ണാ, നമ്മുടെ ആളുകളെല്ലാം കൊന്നു കളഞ്ഞണ്ണാ. കൊല്ലടാ, അവനെ കൊല്ലടാ. നിന്റെ മോനെ തന്നെ കൊല്ലടാ അവനെ. നീ ഭാര്യ ഉപേക്ഷിച്ച് പോയതിനു ശേഷം എന്റെ മുത്തച്ഛനായി ഇവനെ വളർത്തിയത്. എന്റെ സ്വന്തം അനിയനെ പോലെ കൊല്ലവനെ. നീ ചെയ്ത പാപങ്ങൾക്കൊക്കെ ദൈവം തന്ന ശിക്ഷയാടാ ഇത്.
ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, എന്റെ മുത്തച്ഛനെ പോലെ ഞാൻ അത്ര നല്ലവനല്ലെന്ന്. അണ്ണ